ഹലോ എവരിവൺ, ഞാൻ ഇന്ന് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഈ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, റൂഹി ജാൻ അറിയുമോ, റൂഹി ജാനുമായിട്ട് റൂഹി ജാൻ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. വസ്തുതി പറയട്ടെ, എനിക്ക് ഈ റൂഹി ജാൻ പറയണത് മുഴുക്ക ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്കതൊന്ന് കേൾക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ മൈ വർക്ക് പ്ലേസ്, ഞാൻ അതിന്റെ നടുക്ക് in between ആണെങ്കിലും I'm taking this video is only and only for one person, and that is for Bishop. Shame on you Bishop. It's really shame on you. Okay? റൂഹി ജാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം ഒരു പിശപ്പല്ലേ? ഒരു പിശപ്പിനെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? സ്വയം പ്രഖ്യാപിത പിശപ്പാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു പിശപ്പിനെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? തെറ്റല്ലേ? തെറ്റാണ്. ഒരു സമൂഹം മുഴുക്ക അതിനെതിരെ നിങ്ങൾക്ക് എതിരെ നിലകൊള്ളും. റൂഹി ജാൻ, ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ? എനിക്കിത് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ് അച്ഛനെത്ര അച്ഛനാണെന്ന്. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. പലരും അങ്ങേരെ KU എണ്ടൻ എന്ന് വിളിക്കാറുണ്ട്. അതും പാടില്ല. അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പൊസിഷൻ ഹയർ ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത സഭയാണെങ്കിൽ പോലും അത് സഭയാണ്. അങ്ങനെ ഒരു തിരുസഭയുടെ തിരുവസ്ത്രമണിഞ്ഞിരിക്കുന്ന തിരുവസ്ത്രധാരിയായ അദ്ദേഹത്തിനെ അങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ? തെറ്റാണ്. റൂഹി ജാനെ ഈ ഒരു വിഷയത്തിൽ ഞാൻ റൂഹി ജാനെ അങ്ങേയറ്റം കണിശമായി കർശനമായി ഖണ്ഡിക്കുന്നു. ബിഷപ്പ് റേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. റേണു ബിഷപ്പിന്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഷപ്പ് ഫുഗീവ് ചെയ്തത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ബിക്കോസ് യു ആർ എ ബിഷപ്പ്, യു ഹാവ് ടു ഡു ദാറ്റ്, റൈറ്റ്? കണ്ടില്ലേ? വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് നടക്കുന്ന കാര്യമാണോ? എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്തത്? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം താമസിക്കുന്ന ഹട്ടിൻ്റെ ചുറ്റും റോഡുണ്ട്. ആ റോഡിൽ കൂടെ വണ്ടി കൊണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് വളച്ച് തിരിക്കും. മാത്രമല്ല പാട്ട്, കൂത്ത്, ബഹളം, കള്ളുകുടി, കൂക്കി വിളി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതുമൂലം ബിഷപ്പിന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനേക്കാൾ ഏറെ പുള്ളി ഡിസ്റ്റർബ്ഡ് ആയ ഒരൊറ്റ വിഷയം, ആ വണ്ടി അങ്ങനെ കൊണ്ടിട്ട് കറക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കും. ഇതൊക്കെയായിരുന്നു ബിഷപ്പിൻ്റെ പ്രശ്നങ്ങൾ. റൂഹി ജാൻ, നമ്മളത് മനസ്സിലാക്കണം. ഒരു വൈദികനായ അദ്ദേഹം അനുഭവിച്ച മാനസിക പീഡവ്യതകൾ നമ്മൾ മനസ്സിലാക്കണം. പോയിന്റ് മനസ്സിലായില്ലേ? നമ്മളത് തിരിച്ചറിയണം. റൂഹി ജാന്റെ സംസാരത്തിൽ ഭീഷണിയുടെ സ്വരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ റൂഹി ജാനെ വാൺ ചെയ്യുകയാണ്. ഇനി മേലിൽ അദ്ദേഹത്തിൻ്റെ നേരെ നോക്കിയാൽ നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ ചൂഴ്ന്നെടുക്കും. നിങ്ങൾ വിദേശത്തെ കണ്ടിരുന്നോണ്ടല്ലേ പറയണം. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ, 50 പൈസയുടെ പവർ ഉണ്ടെങ്കിൽ നാട്ടിൽ വന്ന് കാണിക്കും. നിങ്ങൾ നാട്ടിലെത്തിയാൽ നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ ചൂഴ്ന്നെടുക്കും. ഇനി മേലിൽ ബിഷപ്പിനെ പറ്റി മോശം പറയരുത്. നടന്ന പോയിട്ട് ഇതൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് ചാനൽ വേണ്ടേ? അദ്ദേഹത്തിന് ആകെ അറിയുന്ന ഒരു ചാനൽ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനലാണ്. മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയണതെങ്കിലും ഇപ്പം അവർ ഗുലാമാണ്. ഇനി മെയിൻ സ്ട്രീമിൽ കൂടെ ആയിരിക്കും ഒരു ഇന്റർവ്യൂ വരികയുണ്ടാവുക. നിങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് അദ്ദേഹം നിർബന്ധിതനാകും. മനസ്സിലാക്കിക്കൊള്ളുക. You don't deserve to be bishop anymore. Okay? In a position like you can right on the തോന്നില്ല bishop. മോശം. I don't think you will sit more in that position again. മോശം mentality വെച്ചിട്ട് bishop post പറ്റില്ല. You are working like a normal person. You are talking like a normal human. Normal person. Huh? അല്ല, അതൊരു പോയിന്റ് സെറ്റ് അല്ലല്ലോ. ഈ പറയുന്ന അദ്ദേഹം നോർമൽ പേഴ്സൺ അല്ലേ? നോർമൽ പേഴ്സൺ എന്നതിന് അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എനിക്ക് ഈ നമ്മൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും നമ്മളോട് അടുത്ത് നിൽക്കുന്ന, നമ്മളുടെ അടുത്ത് വളരെ വർത്തമാനങ്ങളൊക്കെ പറയണം. നല്ല നമുക്ക് ഫെമിലിയറായി. നമ്മുടെ അയൽപക്കത്തെ കൊച്ചു ചെറുക്കൻ വള്ളി നിക്കറിട്ട് കിടക്കുന്ന, മൂക്കളെ ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു ചെറുക്കൻ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. അത്രയ്ക്ക് ഇൻറ്റിമേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് നോർമൽ പേഴ്സൺ അല്ലേ? ഈ കൊച്ചിനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ God will support you? Never.
God will be there with you? Never. You're giving pain for the souls. Oh, in your belief there is no souls, right? Of course I do believe. റൂഹി പറയുന്നതിൽ ഒരുപാട് കാര്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യം. ആൻഡ് അതുകൊണ്ട് തന്നെ റൂഹി ഒരു പ്രാവശ്യമേ ഞാൻ സംസാരിച്ചുള്ളൂ, പിന്നെ സംസാരിക്കാൻ ഞാൻ തയ്യാറായില്ല. ബിക്കോസ് ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല, അത് നമുക്ക് അതിലേക്ക് എത്താം. പക്ഷേ റൂഹി പറയുന്ന 99% ശരികളാണ്. അവൾ പറയുന്നത്, അവളുടെ അസംഷൻ, അത് മാത്രമല്ല എന്നെ പറ്റി അവർ പറഞ്ഞത്, എന്നോട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ സെയിം ടൈം ഞാൻ തന്നെ വണ്ടർ അടിക്കുന്ന കുറേ ഇതുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചില വീഡിയോസ് ഞാനിട്ട വീഡിയോസ് ഞാൻ തന്നെ കേൾക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെ കേൾക്കുന്നതെന്ന്. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് തന്നെ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. സം മാനർ സംതിങ് ഞാനല്ല പറയുന്നത്, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എന്തോ ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്, സ്പെഷ്യലി ഇത്തരം ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ. നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ, എല്ലാവരും എതിർത്ത് നിൽക്കുന്ന സമയത്തും എൻ്റെ ഒരു പോയിന്റ് ഞാൻ അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന്. ദാറ്റ്സ് ബിക്കോസ് അത് സം സോർട്ട് ഓഫ് ഒരു തേർഡ് ഐ തന്നെയാണത്. അത് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതാണ്. ഉള്ളിലിരുന്ന് ആരോ പറയും, ആ നാക്കിലേക്ക് അത് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഫ്ലോ ആണ്, അല്ലാതെ ഇത് കട്ട് പേസ്റ്റ് എന്നെ കൊണ്ട് പറ്റാറില്ല. ആ ഒരു ധൈര്യം, നീ ഇതിൽ പോയാൽ നീ തോക്കില്ല, നീ ഇതിൽ പോയാൽ നീ ശരിയായ പാതയിലാണ് എന്ന് പറയും. അതേ സെയിം ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടൈം ഉള്ളിലേക്ക് ഒരു ഇരച്ചു കയറ്റം ഉണ്ടാകും, സ്റ്റോപ്പ് ഇറ്റ് എന്ന് ഉള്ളത്. അത് പറഞ്ഞത് തെറ്റാണ്, അത് പറയരുത് എന്ന്. പലരും വണ്ടറടിക്കുന്ന എൻ്റെ ശത്രുക്കളെല്ലാം തന്നെ വളരെ രീതിയിൽ ടയേർഡാകുന്ന ഒരു കാര്യം, എങ്ങനെ ഇവളെ ഇരുത്താം എന്നുള്ളത്. നടക്കാത്തതിൻ്റെ പിന്നിൽ ഈ റൂഹി ജാൻ പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ബിക്കോസ് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദുബായിലായിരുന്ന സമയത്ത് കൾച്ചറൽ പ്രോഗ്രാംസ് വരിക, ഇപ്പോൾ കമലാസിൻ്റെയൊക്കെ പ്രോഗ്രാം വന്നപ്പോൾ ആങ്കറിങ്ങിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റേജ് ഫിയർ കാരണം ഞാൻ ചെയ്തിട്ടില്ല. നാസ ബേപ്പൂരൊക്കെ പോലെയുള്ള നല്ല പത്രാധിപന്മാരോടൊക്കെ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ബട്ട് ഇൻട്രോവേർട്ടായിരുന്നു, ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റേജ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ മടി, ഇങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഇന്ന് ഫേസ് ചെയ്ത ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ടെറർ ഷിഫീന. സോ റൂഹി ജാൻ പറയുന്നതൊക്കെ ഒരുപാട് സത്യമുള്ള കാര്യങ്ങളാണ്. I believe too. You know who I am? Very soon you'll come to know who I am. Bishop, if you don't know about me, just go and check in these videos. Something you're waiting. Correct. Okay? Very clearly I said in my last video, don't go behind kitchen. കിച്ചണിന്റെ പിറകെ പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചണിന്റെ പിറകെ പോയാ anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും what is going to happen for you all. Okay? അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. റീനുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. just only and only one chance from God. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്, വാട്ട് യു നോ അബൌട്ട് എല്ലാ കാര്യങ്ങളും റീനുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? Yeah, one time she said me, കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്, ഡു എവറിഥിങ് കരിഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. You will see. കരിഷ്മയോടും റീനുവിനോടുമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എന്നോട് കുറേ പേര് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അവർക്ക് ബ്ലാക്ക് മാജിക് ഉണ്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന്. യെസ്, ഓഫ് കോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിരികത്തിൽ കൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ആക്സിഡൻറ്റ് എൻ്റെ കുഞ്ഞ് മെറ്റ് ചെയ്തിരുന്നു. അത് ആ വണ്ടി കണ്ടാൽ, ആ വണ്ടി ഓടിച്ചിരുന്ന ആൾ ലൈവ് വന്ന് പോട്ടെ, പിന്നെ സർവൈവ് ചെയ്യുന്നത് പോട്ടെ, അതിൽ ജീവനോടുണ്ടാകുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പുറത്ത് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും വണ്ടറായിരുന്നു. എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഓർമ്മയില്ല, പക്ഷേ ഫുൾ ചെക്കപ്പായിരുന്നു. ഫുൾ ബോഡി ചെക്കപ്പ് നോക്കി ഒരു പോറൽ പോലും എൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗത്ത്, കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ റെഡിഷ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ക്യൂർ ആയി എന്നുള്ളതാണ്. ഞങ്ങൾ പതറിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളത് ഓവർകം ചെയ്തത് ദൈവാധീനം മാത്രമാണ്, ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. വളരെ
അവർ അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് തന്നെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഒഴിവാക്കി. കാരണം ഫോട്ടോ വെച്ചാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളതാണ് പിന്നീട് അറിയാം. ഇതൊന്നും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് നമ്മളെ ഫോഴ്സ്ഫുള്ളി അത് ട്രസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ദ സെയിം ടൈം സോൾ എന്ന് പറയുന്നത് ഇതൊരു റിയലാണ്. ഈ റിഫ മെഹനുവിൻ്റെ വിഷയത്തിലും എനിക്ക് ഒരു കാര്യവും ഇല്ല. ആ ഒരു വിഷയം എനിക്ക് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമായിരുന്നത് ആയിട്ട് കൂടെ ഞാൻ അതിൻ്റെ A to Z പുറകെ പോയി, ഒരു കാര്യമില്ലാണ്ട്, ഒരു റീസണും ഇല്ലാണ്ട് അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ആ സത്യാവസ്ഥ മനസ്സിലാക്കി നിസ്സഹായമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. ഐ നോ ഹൂ അവരാര്, അവരെന്തിന് ചെയ്തു, ആ കുട്ടി എങ്ങനെ എന്നുള്ളതൊക്കെ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായതാണ്. ബട്ട് ഇറ്റ്സ് സോ അൺഫോർച്യൂൺ. എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻസ്, പക്ഷേ അത് ഞാൻ പൊതുസമൂഹത്തിനോട് എന്തെങ്കിലും ഒരിക്കൽ വിളിച്ചു പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഡയറക്റ്റ് വരും. ഞാൻ തന്നെ പിടിച്ചിട്ടിരിക്കുന്ന സാധനം ഓപ്പൺ എയറിൽ ടക്കേന്ന് വന്ന് ചാടും. അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം. You are the one who disturbed me now. I was working and the workplace nalku disturbance another bishop ആണ്. ഈ disturbance എനിക്ക് തന്നതിന് bishop, you don't think that I will leave you free? In our position എത്ര നാൾ പോകും നമുക്ക് കാണാം. You see that ആ പൊസിഷനിൽ ഇരിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. Why you are talking like a normal human being? You don't deserve that anymore. Beginning when you was talking towards Renu, our time എനിക്ക് മനസ്സിലായതാണ്, this bishop is not holy. You are not holy. എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ ഫ്രീ പ്രസൻസ് കിട്ടുന്നു, ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഹോളിയാണോ? നോ വേ മാൻ, നോ. ആൻഡ് യു ആർ നോട്ട്, എസ്പെഷ്യലി യു ബിഷപ്പ്, യു ആർ നോട്ട് ഹോളി. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് ഫ്രം ഹിയർ ടു നെക്സ്റ്റ്, യു സീ ഹൗ യു മൂവിംഗ് ഫോർവേഡ് യുവർ ലൈഫ്. വെരി സൂൺ ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടിന്. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും അറിയിക്കണ്ട. ഫൈനൽ ചാൻസ് റേണുവിന്റെ മകന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഋതപ്പന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, if you want to live with your son, Renu, change yourself. You have to change yourself. പറയാനുള്ളതെല്ലാം പറ. കരിഷ്മയാണ് വായ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും. കേട്ടല്ലോ? നോട്ട് ഓൺലി യു റേണു. റേണു കാണും ബിഷപ്പിന് എന്ത് സംഭവിക്കുന്നു, കരിഷ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, എല്ലാം ഞാൻ റേണുവിനെ കാണിച്ചു തരാം. ഓക്കെ റേണു? എന്നിട്ട് റേണു വാ തുറക്ക്. I will give you time till then. റേണു, ബിഷപ്പ് is a bishop. ആരെന്ത് പറഞ്ഞാലും ബിഷപ്പിനൊന്നും ഒപ്പില്ല. Renu, then Karishma is doing something. Seva, I don't know what is that. എല്ലാവരും പ്രേ ചെയ്യും. ഞാൻ ഈ മെസ്സേജസ് പറയുന്നുണ്ടെങ്കിൽ അത് എവിടുന്നാ വരുന്നതാണ് വെരി സൂൺ റീനു ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ റീനു? ഇനി ടൈം കൂടുതലില്ല റീനു. I'm seriously telling you, if you want to come back to your life, the son, only and only one son, read the pen. Open yourself. ടൈം കൂടുതൽ തരില്ല റീനു. അല്ല, ഇതുപോലെ ഓരോ ആൾക്കാരെ ഇറക്കാനാണ്. If you're thinking, if you're planning, you and your family, I'll show you very soon. Don't make me to do that. Okay, Renu? Final warning for Renu and Bishop. ഈ ഒരു വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇതെടുത്ത് വെച്ച് പറഞ്ഞതാണ്. ഇവർ പറയുന്നതിനേക്കാൾ സ്ട്രോങ് വേർഡിൽ എനിക്കിത് പറയണമെന്നുണ്ട്. പിന്നെ കുറേ അധികം പേരുടെ എക്സ്പ്ലനേഷൻ. ഞാൻ വാലുകൾക്ക് മറുപടി കൊടുക്കാൻ തയ്യാറല്ല. എന്നോട് പലരും വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അവരിങ്ങനെ പറയണം, അവരങ്ങനെ പറയണം. ബാർക്ക് ചെയ്യട്ടെ. എത്ര നാളായി ബാർക്ക് ചെയ്യുന്നു, എത്ര നാളായിട്ടിരുന്നു കൊണ്ട് കുരയ്ക്കുന്നു. ഹൂ കേസ്, ഹൂ ബോദേഴ്സ്. എന്തിനാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, എന്തിനായിരുന്നു എന്നുള്ളത്. ആൻഡ് ഈച്ച് ആൻഡ് എവറി വൺ തല കുമ്പിട്ട് വന്ന് കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് തരാം. സമയമുണ്ട്. അതിന് മാത്രമുള്ള പേപ്പർ വർക്കുകൾ ഞാൻ നീക്കി വെച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ചിലരെ ഞാൻ ഷെമിഷ് വിട്ടിട്ടുണ്ടായിരുന്നു, അതും ഇല്ല ഇപ്പോൾ, അതുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇറങ്ങി നിന്ന് സംസാരിക്കുന്നവർ, ഇതിൻ്റെ റിയാലിറ്റി അറിയുന്നത് ഞങ്ങൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല, ഒത്തിരി പേര് ഞങ്ങളിതെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കി
ഒരു പൊസിഷന് കൊടുത്ത ഒരു റെസ്പെക്റ്റ് വെച്ചിട്ട് മൗനമായിട്ടിരുന്നവരാണ്. ആരും പറയുന്നതോ ആരും ഗമ പറയുന്നത് പോലെയല്ല. ബ്ലോക്ക് ഞങ്ങളാണ് ചെയ്തത്. ഞാൻ ഉൾപ്പെട്ട ആൾക്കാരാണ് ബ്ലോക്ക് ചെയ്തത്. ടോർച്ചർ അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു സിമ്പതി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ക്ലവർ പ്ലേ ഏത് വഴിക്കാണ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. എന്ത് കുന്തം പറഞ്ഞാലും അത് ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്നുള്ള സാമാന്യ ബോധം വേണം. പിന്നെ നാളിതുവരെ ഞങ്ങൾക്ക് മടയിൽ കയറി അടിച്ച ശീലമേ ഉള്ളൂ. മടയിൽ കയറി അടിച്ച ശീലമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ റീസൺ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. ഒരു പ്രോബ്ലം കണ്ടാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം, അല്ലാതെ അത് കണ്ടന്റ് ആക്കി കൊണ്ട് നടക്കുക എന്നുള്ളതല്ല. പ്രോബ്ലം സോൾവിങ് ആണ് ഞങ്ങളുടെ കപ്പാസിറ്റി. അത് ഇതുവരെയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഞങ്ങൾ ഇതിൻ്റെ വിക്ടിമാണ്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കുറേ കരഞ്ഞ് നിലവിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മോങ്ങി അലറി കീറിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയത്. ഇതിനകത്ത് കാസ്റ്റ് നോക്കിയിട്ടില്ല ഞങ്ങൾ. ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്നുകൂടെ ക്രോസ് വാച്ച് ചെയ്യും. ക്രോസ് വാച്ച് ചെയ്തിട്ട് മാത്രമേ ഞാൻ അയാളെ എടുക്കുള്ളൂ. കാരണം അതെനിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു ഫേവറാണത്. അപ്പം ഞാനത് നോക്കും, ഒന്നും കൂടി എടുത്ത് റീതിങ്ക് ചെയ്യും, നോക്കും. അത്രയും 100% പറയേണ്ടവരാണെങ്കിൽ മാത്രമേ എൻ്റെ നാക്കിലേക്ക് അത് വരൂ. അല്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കാറില്ല. ഞാനത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന മഹലിലേക്ക് വിവരം എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റെമഡീസ് ആലോചിക്കും. അതിലൊന്നും ബാധകമല്ല. അതിനെയൊക്കെ ഇത് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു അമ്മണിയാണ് രേണുവിൻ്റെ വക്കീൽ. ബിന്ദു അമ്മണി എങ്ങനെ രേണുവിൻ്റെ വക്കീലായി എന്നുള്ളതിനൊരു നുണയും കൊണ്ട് ചിന്നക്കട വെടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിന്നക്കട വെടി പറയുന്നതല്ല സത്യമെന്ന് തിരിച്ചറിയാൻ എനിക്ക് അധികമൊന്നും എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട് ബിന്ദു അമ്മണി എന്നുള്ളതും എൻ്റെ ഡൗട്ടായിരുന്നു. ബിന്ദു അമ്മണി കാലി പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും എനിക്ക് ഇൻഫോർമേഷനും തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മളടുത്ത് സംസാരിക്കാൻ അവർ നല്ലപോലെ ഭയക്കും. കാരണം ഇതിൻ്റെ അതായത് ചിലയിടങ്ങളിൽ നമ്മൾ വായി തുറക്കാതിരിക്കുന്നത്, ആ ഒരു ഫേവർ ചെയ്യുന്നത് ഈ നമ്മൾ വേണ്ട എന്ന് വെച്ച് ഒതുങ്ങി നിൽക്കുന്നതാണ്. ഈ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ചാനലുകളിൽ പോയിരുന്നത് പറയാൻ കഴിയും എന്നുള്ള ആ ഒരു മറതി നിങ്ങൾക്കുണ്ട്. അവിടെ പോയി അത് കൃത്യമായി അവതരിപ്പിക്കാൻ അറിയുന്ന ആളുമാണ് എന്നുള്ളത് മറന്നു പോകരുത് എന്നേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. കാസ്റ്റ് ലെവലിൽ ഒരു ചിന്താധാര ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പോൾ ദൈവസുവിശേഷത്തിന് വരുമെന്ന് പറഞ്ഞ് വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ പോയി വീണിട്ടുണ്ട്. നമ്മുടെ കിച്ചു ഇപ്പോഴും ഹിന്ദുവാണ്, ഹിന്ദുമത വിശ്വാസവുമായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ തുനിഞ്ഞിറങ്ങിയാൽ അവൻ്റെ അപ്പൻ്റെ മൃതശരീരം പോലും അവൻ വിശ്വസിക്കുന്ന ആ ഒരു രീതിയിൽ അവർക്ക് അടക്കം ചെയ്യാൻ പറ്റും. അപ്പം അതിലേക്കൊന്നും അവൻ വരരുത്. കിട്ടിയ കുഞ്ഞാട് നഷ്ടപ്പെട്ടു പോകരുത്. മോർ കുഞ്ഞാട് കം അതിന് സ്പെഷ്യൽ പേയ്മെൻ്റ് ഉണ്ട്. സോ ഇതിൻ്റെ വേരിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റുവട്ടത്തുമുള്ള സംഘികൾക്ക് ഈ വിവരം എത്തിക്കഴിഞ്ഞാൽ ദേ നോ ഹൗ ടു ഡീൽ ഇറ്റ്. അതിൽ ഞാനിനി അതിനകത്തൊരു കൃത്യതയെന്ന് ഞാൻ വിളിച്ച് പറയുന്നില്ല. ഞാൻ അത്രയും ഒന്നും കെയർ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചെയ്യിക്കരുത് എന്നാണ്. പയ്യനെ തൊട്ടാൽ ചെയ്യും, അതിന് തർക്കമില്ല. പിന്നെ 2 വർഷം മുമ്പാണ് അയാൾ മരിച്ചത്, സുധി മരിക്കുന്നിടം വരെ 2 or 3 ആ വർഷം വരെ സുധിയാണ് കിച്ചുവിന് ചെലവിന് കൊടുത്തത്. ഒരുത്തികളുടെയും വടവിറ്റ പൈസയല്ല ആ കുട്ടി കഴിച്ചുകൊണ്ടിരുന്നത്. 1000-2000 നീ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പണം അവൻ്റെ അച്ഛൻ മരിച്ച സിമ്പതിയുടെ പുറത്ത് ആ കുട്ടി പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് അവന് കിട്ടേണ്ട പണം തന്നെയാണ് നിന്റെ കയ്യിലേക്ക് വന്നത്. അവൻ്റെ ഔദാര്യത്തിലാണ് നീ ഇപ്പോഴും ജീവിക്കുന്നത്. മേ ബി ബിഷപ്പ് കൊടുത്ത പ്രോപ്പർട്ടി ആയിരിക്കാം, പക്ഷെ അതിൽ വെച്ചിരിക്കുന്ന വീട്, അതിൻ്റെ പണം, അത് കിച്ചുവിനും കൂടെ അവകാശപ്പെട്ടതാണ്. അത് കൃത്യമായിട്ടുള്ള വിഹിതം ആ പയ്യന് കൊടുത്തൊഴിവാക്കും. അത് മാന്യത. എന്നിട്ട് അച്ഛൻ്റെ കുടുംബ സ്വത്തിൽ നീ കിടന്നോ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആ കുട്ടിയുടെ അവകാശമാണത്. അങ്ങനെ അല്ല നീ അവന് കൊടുക്കാതെ അവനെ ഒഴിവാക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഇതിലേക്ക് പണമിട്ട ഓരോ വ്യക്തികളും നിങ്ങൾക്കെതിരെ കേസ് കൊടുപ്പിക്കും. നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യിപ്പിക്കും. 10 പേരെ കിട്ടിയാൽ മതി. എനിക്ക് 10 പേര്. ഞാൻ ഇതിനകത്ത് പണം ഇട്ടിട്ടുണ്ട്, അത് കിച്ചുവിന് അർഹതപ്പെട്ടതാണ്, ആ പണം കിച്ചുവിന് കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം തിരിഞ്ഞു നോക്കുന്ന ഒരു കേസും കൊണ്ട് ഇറക്കും. അതാണ് സത്യം. ഇത് ഭീഷണിയാണോന്ന് വെച്ചാൽ അയ്യേ, ഇത് ഭീഷണിയല്ല, ഇത് കടുത്ത ഭീഷണിയാണ്. ചെറിയ ഭീഷണിയല്ല, കടുത്ത ഭീഷണിയാണ്.
അത് നിങ്ങളുടെ പിച്ചക്കാശ് അവന് വേണമായിട്ടല്ല, ഇളിച്ച വായനെന്ന് വിചാരിക്കരുത് നിങ്ങൾ. അവൻ്റെ കൂടെ നിൽക്കുന്നവർ മണ്ടരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവന് പണം കൊടുത്തത് എല്ലാ കമ്മ്യൂണിറ്റിയിലെ മനുഷ്യരുമാണ്. ആ കുട്ടി ജയിക്കണം, ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് കൊടുത്തത്, അല്ലാതെ വട വിൽക്കുന്നവർക്കല്ല കൊടുത്തത്. വട വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ടും അല്ല ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. വട വിൽക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യ വട തിന്നാൻ ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലുമല്ല ആരും അവിടെ വസ്തു കൊടുത്തതും വീട് വെപ്പിച്ചതും. ആ വീട് വെപ്പിച്ചതിൻ്റെ പിന്നിൽ അതിൽ ഓരോ ഫർണിച്ചറിനും സംസാരിക്കാനുണ്ട്, അതിലെ ഓരോ ഇഷ്ടികത്തിനും സംസാരിക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ മറുനാടൻ ഒരു പെറ്റീഷൻ കൊടുത്താൽ തന്നെ പ്രശ്നം വഷളാകും. 1.25 ലക്ഷം രൂപ മതിലിൻ്റെ കേസിൽ ആ പൈസ ഞാൻ കൊടുത്തത് കിച്ചുവിനാണ്, അത് കിച്ചുവിൻ്റെ വീടായതുകൊണ്ടാണെന്ന് അയാൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ ഒരു പരിധിവരെ ഇത് പ്രശ്നം വഷളാകുന്ന കേസാണ്. റൂഹിജാൻ വാണിംഗ് രൂപത്തിൽ ആ കാര്യം പറഞ്ഞത് അവരുടെ നാവിൽ കൂടെ ഇരുന്ന് പറയേണ്ടവരാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു, എന്തുകൊണ്ട്? അത് ഈ പറയുന്ന ഷാപ്പിനെ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല, ഷാപ്പിനെ പറഞ്ഞതുകൊണ്ട് ഒന്നുമില്ല. ഷാപ്പ് എന്താണെന്ന് ഞങ്ങൾ കുറച്ച് പേർക്ക് നല്ല ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്, മനസ്സിലായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ആ പരിപാടിയില്ല. വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി നിൽക്കാറില്ല, ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കും. ആ ന്യായം അന്യായമായിട്ട് കുറേ ദിവസമായിട്ട് ടോർച്ചർ ചെയ്യുന്ന കണ്ടിട്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ്. ആ പൊസിഷൻ അത് വേണ്ട എന്ന് വെപ്പിക്കാൻ അധികം നേരമൊന്നും വേണ്ട. പറ്റുമോ ഇല്ലയെന്ന് ചലഞ്ച് ചെയ്ത് നോക്ക്, അപ്പം മനസ്സിലാവും പറ്റുമോ ഇല്ലയെന്ന് തിരിച്ച് ഞാൻ കാണിച്ചു തരാം. ഈ വിഷയത്തിൽ പൊതുസമൂഹമാണ് മറുപടി കൊടുക്കേണ്ടത്. ആ കുട്ടിയെ എത്ര ദിവസമായിട്ടിട്ട് കടിച്ചു വലിക്കുന്നു. 3 വർഷം മുമ്പോ 2 വർഷം മുമ്പോ മരിച്ചുപോയ അവൻ്റെ അച്ഛൻ്റെ ചെലവിലിരുന്ന ആ പയ്യൻ ഈ 3 വർഷത്തിൽ അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം അവൾ വടവിറ്റ് കൊണ്ടുവരുന്നതാണെന്ന് അറിഞ്ഞ ദിവസം അവനത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അവൾ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞെടുത്തല്ല അവൻ പറ്റൂല എന്ന് പറഞ്ഞത്. അവൻ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഈ പണം വേണ്ട എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പിന്നിലുള്ള ആ ചേതോ വികാരം, സംസ്കാരം, അത് അവൻ്റെ അച്ചമ്മയിൽ നിന്ന് കിട്ടിയതാണ്, അവൻ്റെ അച്ഛൻ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ കുട്ടിക്ക് ആ ബോധമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പൈസ എനിക്ക് വേണ്ട. ഒരു പക്ഷെ നമ്മളുടെയൊക്കെ വീഡിയോ അവന് കുറച്ച് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ അത് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പെണ്ണ് വടവിറ്റ പൈസ വേണോടാ നിനക്ക് തിന്നാ, നാണമില്ലേ നിനക്കെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോളിൻ്റെ കേസ് ഞാൻ പറയുന്നുണ്ടല്ലോ, എത്ര തന്നെ ആളുകളൊക്കെ എന്നെ വിളിച്ച് കംഫർട്ട് സോണിലാക്കിയിരുന്നപ്പോഴും കുറേ ഉപദേശിച്ചിട്ട് ഒന്നും എനിക്ക് കംഫർട്ട് ആവുന്നില്ലായിരുന്നു. ഞാൻ അവനെ പോയി കാണുന്നിടം വരെ എൻ്റെ മനസ്സ് ഭയങ്കരമായി പതറിയിരുന്നു. മേ ബി ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അത്രയ്ക്ക് മെൻ്റൽ ഭയങ്കരമായിട്ട് മാനസികമായി തകർന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ. 1 ഡേ ഫുള്ള് രാത്രി 10:30 മക്കളെ നിർബന്ധിച്ച് വിളിച്ച് അവരെയും കൊണ്ട് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ഈ പറയുന്ന കിച്ചുവിന് വേണ്ടിയിട്ടല്ല, സുധിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ ഹോസ്പിറ്റലൈസായി, എനിക്ക് BP ഡൗൺ ആയി, എന്നിട്ട് ഞാൻ നോർമൽ ആകുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞത് മൈൻഡാണ്, നിങ്ങൾ മൈൻഡ് കാമാക്കിയില്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആകാനുള്ള ചാൻസ് വരെ ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഞാൻ ആ പയ്യനെ കാണാൻ പോയത്. അവിടെ പോയിട്ട് ഒരാൾക്കിട്ട് സ്ക്രൂ വയ്ക്കാനുള്ള സമയവും സാവകാശവും കിട്ടിയില്ല. പിന്നെ ഞാൻ സ്ക്രൂ വെച്ചാൽ ഒരെണ്ണം മര്യാദയ്ക്ക് ഉണ്ടാവില്ല, അതെനിക്കറിയാം. അത്ര സ്ക്രൂ വയ്ക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതിനകത്ത് അതൊന്നും ചെയ്തിട്ടില്ല. ഏതായാലും സത്രം, അതും അമരാവതി സത്രം നടത്തുന്ന നടത്തിപ്പുകാരൊക്കെ വെല്ലുവിളി വാക്കകത്ത് വെച്ചാൽ മതി. അത്തരം വെല്ലുവിളിയും കൊണ്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. ആ ചുറ്റുവട്ടാര ആ പറഞ്ഞ അവിഹിത കൂട്ടുകെട്ടും അതിനകത്തുള്ള വെല്ലുവിളിയൊക്കെ മതി. പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വെല്ലുവിളി വേണ്ട. ചെയ്താൽ ചെയ്തെടുത്തുപോലെ ഇരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. നാട്ടുകാർ ഭയങ്കര ചപ്പോട്ട് ഭയങ്കര തൂക്കി വെച്ചിരിക്കും. നാട്ടുകാർ പറഞ്ഞ വോയിസ് ഒരു 100 എണ്ണം ഞങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ട്. താമസിച്ചിരുന്നിടത്തുനിന്നുള്ള ഓരോരുത്തരുടെ അഭിപ്രായം ഞങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ട്. സുധിയുടെ 2ാമത്തെ ഭാര്യ പബ്ലിക്കിൽ വന്ന്, 2ാമത്തതെന്ന് പറയാൻ പറ്റില്ല, റിയൽ വൈഫ് പുറത്തേക്ക് വന്ന് ഈ വിഷമഘട്ടം ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക്, അവളുടെ ലൈഫ് പോലും റിസ്കിലാക്കിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ഒരു കാര്യം പറയേണ്ട ഗതികേടിലേക്ക് ആ പെണ്ണിനെ കൊണ്ട് എത്തിച്ചത് പോലും ഈ പറയുന്ന വടയാണ്. അപ്പോൾ വടച്ചേച്ചിക്ക് സപ്പോർട്ട് പറയുന്നത് സ്വന്തം വീട്ടിലും ഈ വടവിൽപ്പന നടത്തിയവരായിരിക്കും, അല്ലെങ്കിൽ വടവിൽപ്പന നടത്തുന്നത് കണ്ടു വളർന്നവരായിരിക്കും, വടവിൽപ്പന നടത്താനും നടത്തിക്കാനും താല്പര്യമുള്ളവരായിരിക്കും.
അങ്ങനെയുള്ളവരെ തിരുത്താൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. അല്ലെങ്കിൽ പ്ലക്കമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാർക്കിച്ച് തുപ്പുന്നത്. പ്ലക്കമ്മയെ പോലുള്ളവരാണ് നിങ്ങളുടെ എനർജി സോഴ്സ്. പിന്നെ ഇതിനകത്ത് ഇത് നിങ്ങൾ വിചാരിക്കുന്നതാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കീരികളല്ല ഇതൊന്നും, ചെങ്കീരികളാണുള്ളത്. വെറും ക്രൂക്കഡ് ക്രിമിനലിൻ്റെ ഒരു വൻ കൂട്ടായ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഞങ്ങൾ ഇപ്പുറത്ത് തനിച്ചാണ്, ഞാൻ തനിച്ചാണ്. അപ്പം എൻ്റെ സെക്യൂരിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലതും മൗനമായിട്ട്, നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. ഇത്രയധികം സ്ത്രീകൾക്കായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയായ, വികലാംഗയായ, വിധവയായ എന്നെ അടിച്ചു കൊല്ലുമെന്ന് ഒന്നോ രണ്ടോ പേരല്ല പറയുന്നത്. ഇവിടെ ഒരു പെണ്ണിനെതിരെ ഒരാണ് സംസാരിച്ചാൽ നിയമം, അതായത് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കേണ്ട എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. എത്ര പേരാണ് ഇരുന്നു കൊണ്ട് വൃത്തികേട് എന്നെ പറ്റി പറയുന്നത്. ഒരു ചെറു വിരൽ പോലും നിയമം അറിയുന്ന അല്ലെങ്കിൽ നിയമവശം ഉള്ള മിക്കവാറുമുള്ള സെലിബ്രിറ്റി ആയിരുന്നാലും അധികാരികളായിരുന്നാലും ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരു ചാനലിൻ്റെ അധികാരിയായ എനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ എൻ്റെ സേഫ്റ്റിയുടെ ആ ഒരു ലെവൽ എത്ര വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ് ഞാൻ. ഓൺലി ഞാനിത് വിജിലൻ്റ് ആയതുകൊണ്ടും ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടും എന്നെ തൊട്ടാൽ തൊട്ടടം പൊള്ളൂന്ന് അറിയുന്നത് കൊണ്ടും മാത്രമാണ് ഇവറ്റുകൾ മൗനം. എനിക്കറിയാം ഒരാഴ്ചത്തെ നിങ്ങളുടെ സെൻസേഷൻ ന്യൂസ് മാത്രമായിരിക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതിനപ്പുറം എൻ്റെ കുട്ടികൾക്കുള്ള നഷ്ടം മാത്രമായിരിക്കും ഞാൻ. അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. മൗനമല്ല ഞാൻ പാലിക്കുന്നതും, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് 15 വയസ്സുള്ള ഇള്ളാവാവയല്ല ഞാൻ, 25 വയസ്സുള്ള കുണ്ണുവാവയല്ല ഞാൻ, 35 വയസ്സുള്ള ചൊട്ട ബേബി അല്ല ഞാൻ, 40 കഴിഞ്ഞ സ്ത്രീയാണ്. ലോകം എമ്പാട് സഞ്ചരിച്ച് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേരുമായിട്ട് ഡീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു സർക്കാരിനെതിരെ സംസാരിക്കാനും എഴുതാനും സാധിച്ചിരുന്നു അന്യദേശത്ത് പോയിട്ട്. എനിക്ക് എൻ്റെ സ്വന്തം രാജ്യത്ത് എൻ്റെ പൗരാവകാശ ധർമ്മങ്ങൾ അറിയുന്ന എൻ്റെ രാജ്യത്ത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സ്വല്പമെങ്കിലും ബോധമുണ്ടായവർ എന്നോട് എതിർക്കാൻ നിൽക്കത്തില്ല. അവിടെ ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്ന കീടങ്ങൾ കരഞ്ഞ് കാലു പിടിക്കുന്ന സിനാരിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ ഞാൻ മയ്യത്താവുള്ളൂ. അത് ഉറപ്പിച്ച കാര്യമാണ്. ഈ വിഷയം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഇതിനകത്ത് ഞാൻ രേണുസുധിയെ, രേഷ്മ പി തങ്കച്ചനെ, ബിഷപ്പിനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അവരെ ആരെയും ഒന്നും പറയാൻ താല്പര്യവും ഇല്ല. അവരൊക്കെ ഗ്രേറ്റ് പേഴ്സൺസ് ആണ്. നമ്മൾ എന്ത് തെറ്റും ചെയ്താലും എന്ത് തെണ്ടിത്തരം കാണിച്ചാലും നമുക്ക് ഇതുപോലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫേവർ കിട്ടുമെന്നാണ് അവർ കൊടുക്കുന്ന മെസ്സേജ്. മാത്രവുമല്ല, കീമോയൊക്കെ എടുത്ത ഒരു സ്ത്രീ അച്ചടക്കം പാലിക്കാതെ ഇങ്ങനെ നടന്ന് നിൽക്കുമ്പോൾ ഇത്രയും ടയേർഡായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഈ കീമോയൊക്കെ എടുത്തിട്ട് കിടന്നു പോകുന്ന കുറേ പേരുണ്ട്. അവർ കാണിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന ഒരു നരേഷൻ ഇതിനകത്ത് വരും. മാത്രമല്ല, അവരെ നോക്കുന്നവർക്ക് അവരോടൊരു പുച്ഛം. നോക്കില്ല, അവൾ തുള്ളിച്ചാടി നടക്കണം, നീ കള്ളം പറയുകയാണെന്ന് പറയും. പക്ഷെ കള്ളം ആരാണ് പറയണതെന്നുള്ളത് കൃത്യമായ തെളിവ് ഉൾപ്പെടെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും. ആരായിരുന്നു നമ്മുടെ വെട്ടല് കേസ് പറയുന്നുണ്ട്. എടാ മുറിയ, പോയി ജോലി നോക്കടാ, നീ എൻ്റെ അലയെ കയറാം. സത്യമായിട്ട് ഞാൻ നിൻ്റെ വീട്ടിൽ കയറുവേ, സത്യമായിട്ട് ഞാൻ വരുവേ, നിൻ്റെ പെണ്ണുപിള്ളയുടെ തുണി ഉരിഞ്ഞ് ഞാൻ കാണിക്കുവേ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. നീ പല പ്രാവശ്യം പല പെണ്ണുങ്ങളെ അമരാവതിച്ചവനാണ് നീ എൻ്റെ നേരെ നോക്ക പോലും ചെയ്യരുത്. മുറിഞ്ഞ നിൻ്റെ ബാക്കി സാധനം കൂടെ ഞാൻ വെട്ടിയെടുത്ത് പട്ടിക്കിട്ട് തീറ്റിക്കും. വെറുതെ ഇരുന്നോ നീ മുറി, അതിനെക്കൂടെ പറയിക്കരുത്. അപ്പം അത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് റൂഹി ജാൻ പറയുന്നത്, വളരെ ക്ലിയറായ കാര്യമാണ്. റൂഹി എന്നോട് ഇത് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. അന്ന് ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞതും ഇത് തന്നെയാണ്. അവർ പറഞ്ഞപ്പോഴാണ് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഞാനൊരു വണ്ടറിങ്ങില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയാൻ പറ്റും. അപ്പോഴും അമ്മ പറഞ്ഞു അതെന്തോ ചൈതന്യമാണ്, ആരോ സപ്പോർട്ട് ചെയ്യണതാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ഒരു ഇതൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെന്ന് റൂഹി പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു ബ്ലെസ്സിങ് അല്ല കേട്ടോ, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അതൊരു ബ്ലെസ്സിങ് അല്ല. നമ്മളെ അവർ നിയോഗിച്ചിരിക്കുകയാണ്. ആ നിയോഗത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സ്വസ്ഥത നിങ്ങൾക്ക് പറഞ്ഞു തരാനാകത്തില്ല, എന്നെ കൊണ്ടൊക്കത്തില്ല, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാക്കത്തില്ല. സ്ലീപ്ലെസ് നൈറ്റ്, ഹെൽത്ത് പ്രോബ്ലംസ്, നന്നായി നടന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇരുന്നു പോകും. ഒത്തിരി പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പ്രോബ്ലംസ്. സോ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നാവിലേക്ക് വരുന്ന ആ സത്യങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ തെളിയാറുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എങ്കിൽ പോലും അതൊരു ബ്ലെസ്സിങ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കഴിയാത്തത് എൻ്റെ പോരായ്മയല്ല, അത് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെ മൂല്യമുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ ഒത്തിരി അഭിപ്രായം ഇട്ടിരുന്നു, വളരെ സന്തോഷം. ഞാൻ മിക്കവാറും എല്ലാം കവർ ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് തെറി കമൻറ്റ് വരുന്നില്ല എന്നല്ല, ഒത്തിരി തെറി കമൻറ്റ് വരുന്നുണ്ട്. കിളവി, തള്ളച്ചി, തെറി, പിന്നെ കുറേ തെറി വരുന്നുണ്ട്. ഇത് യൂട്യൂബ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്നിലേക്ക് വരുന്നില്ല. ഫേസ്ബുക്കിലെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കമൻസിനെ ഞാൻ ഇത് കൊടുത്തിട്ട് ബ്ലോക്കുന്നുണ്ട്. മാത്രമല്ല ഫേസ്ബുക്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ബ്ലോക്കാൻ പറ്റുക മാത്രമല്ല, വീണ്ടും ഫേക്ക് എടുത്തിട്ട് വരാൻ പറ്റത്തില്ല. ഇവർ എവിടുന്ന് ഫേക്ക് ഉണ്ടാക്കിയാലും അതിനെയും കൂടെ ബ്ലോക്ക് ചെയ്യുന്ന എന്നൊരു രീതി ഫേസ്ബുക്കിനുള്ളത് ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് ഫേസ്ബുക്കിലില്ല. പിന്നെ ഇൻസ്റ്റയിലൊന്നും ആരും അങ്ങനെ നമുക്കങ്ങനെ ബാഡ് കമൻറ്റ്സ് ഇടാറില്ല. ഇട്ടാലും അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് റിപ്പോർട്ട് അടിക്കാനുള്ള. റിപ്പോർട്ട് അടിച്ചാൽ അവരുടെ അക്കൗണ്ട് പിന്നെ കുറേ ദിവസത്തേക്ക് ഇതിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചിലരുടെ നിന്ന് ഞാൻ കളയാറില്ല. അത് എവിഡൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഭയങ്കര ലാഗാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ വളരെ മോശമാണ്. ഇത് 2 സ്റ്റേറ്റിൽ നടന്ന ഇഷ്യൂ ആയതുകൊണ്ടാണ് നിയമത്തിൻ്റെ പരിധിയിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റാത്തത്. അപ്പോൾ അതിൻ്റെ നൂലാമാലകളാണ്, അതെനിക്കറിയത്തില്ല. ഐ റിയലി മിസ് സുഷമ സ്വരാജ്. അവരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന് കൃത്യമായിട്ട് ആൻസർ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് മനുഷ്യത്വമുള്ള കുറേ പേരുണ്ട്. അവരുടെയൊക്കെ കൈ ഇതിനകത്ത് വരേണ്ടതുണ്ട്. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ട്രസ്റ്റ് വർത്തിയായ ഒരാളെ കണ്ടെത്തിയാൽ അവരിലൂടെ തന്നെ ഈ സംഗതികളെല്ലാം പുറത്തേക്ക് വരും. ഇത് മൊത്തം ഒരു ലൂപ്പാണ്. ഇതിനകത്ത് സജിന പറഞ്ഞത് കുറേ സത്യങ്ങളാണ്. അപ്പോൾ ഞാൻ സജിനയ്ക്ക് സപ്പോർട്ടെന്നാ എല്ലാവരും അല്ല. സജിന അവിടെ പെട്ടുപോയ പെണ്ണാണ്. ഇതേപോലെ പെടാനായിട്ട് സ്വയം പോയി ചാടി കൊടുത്ത പെണ്ണാണ് വടവിധവ. സജിന അവിടുന്ന് രക്ഷപ്പെട്ടത് പൂക്കുറ്റി എന്ന് പറയുന്ന ആളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സജിന ആ മാർക്കറ്റിൽ കിങ്ങായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടാവുമായിരുന്നു. ഈ പറഞ്ഞ സ്ത്രീയെ പറ്റി ഒത്തിരി പെണ്ണുങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മെയിനായിട്ടുള്ള പെൺകുട്ടികൾ അവിടെ കൊണ്ടു കൊടുക്കുന്ന കരിഷ്മയുടെ ഏജൻറ്റിനെ വരെ കൃത്യമായിട്ട് കാണിച്ചവരുടെ ഫോട്ടോസ് ഉൾപ്പെടെ തന്ന് ഒത്തിരി പേര് വോയിസ് ഇട്ടുന്നു. ഒത്തിരി പേര് എവിഡൻസ് ഒരുപാട് ഉണ്ട് എൻ്റെ കയ്യിൽ, ഒത്തിരി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അവരും ചിലപ്പോൾ വണ്ടറടിക്കുന്നുണ്ടാവും ഞാൻ എന്താ മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഫേവറായി എന്നെ ചതിക്കില്ല എന്ന് 100% ഉറപ്പുള്ള ഒരു അധികാരിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്യും, ആക്ഷനും ഉണ്ടാകും. എത്രയും പെട്ടെന്ന് ഇവറ്റകളൊക്കെ പിടിപെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ചാക്കടയിൽ പോയി ചാടാൻ പോകുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. അതേസമയം നമുക്കങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്, നല്ല പെൺകുട്ടികളുണ്ട്. അവരുടെ സേഫ്റ്റിക്കെങ്കിലും ഇവരൊക്കെ പിടിപെടുക എന്നുള്ളതൊരു അനിവാര്യതയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക, ഹൈപ്പ് ചെയ്യുക, പറ്റുമെങ്കിൽ താല്പര്യമാണെങ്കിൽ. നന്ദി. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറന്നുകൊണ്ട് കേട്ടോ. താങ്ക് യു.